ഇന്ന് നമ്മൾ പുതിയ ലെസൺ സ്റ്റാർട്ട് ചെയ്യാണ്. 7th ചാപ്റ്റർ സ്പീഡ് മാത്ത്. ചാപ്റ്ററിന്റെ ഹെഡിങ് കണ്ടാൽ തന്നെ അറിയാം ചാപ്റ്ററിൽ എന്താ പഠിക്കാനുള്ളത്. സ്പീഡാണ് പഠിക്കാനുള്ളത്. വെഹിക്കിളിന്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയും അതിനോട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലം ആണ് ഈ ചാപ്റ്ററിലുള്ളത്. വളരെ ചെറിയ ചാപ്റ്ററാണ്. നമ്മൾ കാറിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഒരേ സ്പീഡിലാണോ കാറും ബസ്സും പോണത്? അല്ല, പല സമയത്തും പല സ്പീഡിലായിരിക്കും. ചിലപ്പോൾ വളരെ സ്പീഡ് കൂടിയിട്ടായിരിക്കും, ചിലപ്പോൾ സ്പീഡ് കുറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏവറേജ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു വെഹിക്കിളിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനും ടൈമിനും അനുസരിച്ചായിരിക്കും നമ്മൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്പീഡ് എല്ലാ സമയവും സെയിം അല്ലാത്തത് കൊണ്ട് നമ്മൾ ആവറേജ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സ്പീഡ് എന്ന് പറഞ്ഞാലും ഡിസ്റ്റൻസ് ബൈ ടൈം, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാലും ഡിസ്റ്റൻസ് ബൈ ടൈം. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ആവറേജ് സ്പീഡ് എന്നായിരിക്കും, അല്ലെങ്കിൽ സ്പീഡ് എന്നായിരിക്കും. എന്തായാലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യും. ക്വസ്റ്റ്യൻ എന്താണ്? എ ബസ് ടുക്ക് 4 hours ടു കവർ 200 kilometers. 200 kilometers ട്രാവൽ ചെയ്യാൻ ബസ് 4 hours എടുത്തു. വാട്ട് ഈസ് ഇറ്റ്സ് ആവറേജ് സ്പീഡ്? സ്പീഡ് കാണാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് 4 hours ടു കവർ 200 kilometers. 200 kilometers ട്രാവൽ ചെയ്യാൻ 4 hours എടുത്തു. അപ്പൊ ഡിസ്റ്റൻസ് 200ഉം ടൈം 4 hours രണ്ടും തന്നിട്ട് വെറുതെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 200 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു ആൻസർ 200നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 50. ഇവിടെ ഡിസ്റ്റൻസ് കിലോമീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് കിലോമീറ്റർ ആണ്. ടൈം തന്നിരിക്കുന്നത് അവറിലാണ്. ടൈമിന്റെ യൂണിറ്റ് അവറാണ്. HR എന്ന് പറഞ്ഞ അവർ. അപ്പോൾ ആവറേജ് സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ സ്ലാഷ് അവർ. വായിക്കേണ്ടത് കിലോമീറ്റർ പെർ അവർ. 1 hourന് 50 kilometer ട്രാവൽ ചെയ്തു. അതാണ് അതിന്റെ മീനിങ്. 50 kilometer പെർ അവർ. അപ്പോൾ സ്പീഡിന്റെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ. അടുത്ത ക്വസ്റ്റ്യൻ. രഘു ആൻഡ് ഫ്രണ്ട്സ് വെന്റ് ഇൻ എ ബസ് to the sports meet at Kozhikode. They started at 7 in the morning and reached there at 10, traveling 150 kilometers. What is the average speed of the entire trip? രഘു ഫ്രണ്ട്സും കോഴിക്കോടുള്ള സ്പോർട്സ് മീറ്റിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവർ ജേർണി സ്റ്റാർട്ട് ചെയ്തത് 7 o'clock മോർണിംഗിൽ ആൻഡ് റീച്ച്ഡ് ദെയർ അറ്റ് 10 o'clock അവിടെ എത്തി. ട്രാവലിംഗ് 150 kilometers. 150 kilometers ട്രാവൽ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ എൻറ്റയർ ട്രിപ്പ്? എൻറ്റയർ ട്രിപ്പിന്റെ ആവറേജ് സ്പീഡ് എത്രയാണ്? നമുക്കറിയാം ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 150 kilometer ആണ്. ബൈ ടൈം, ടൈം അവിടെ അവറിൽ തന്നിട്ടില്ല, പക്ഷെ അവർ ജേർണി സ്റ്റാർട്ട് ചെയ്ത ടൈമും തന്നിട്ടുണ്ട്, അവസാനിച്ച ടൈമും തന്നിട്ടുണ്ട്. അപ്പൊ 7 o'clock സ്റ്റാർട്ട് ചെയ്തു, 10 o'clock അവിടെ റീച്ച് ചെയ്തു. അപ്പൊ എത്ര മണിക്കൂർ എടുത്തു? 8, 9, 10. അപ്പൊ 3 hours എടുത്തു കോഴിക്കോട് എത്താനായിട്ട്. അപ്പൊ നമുക്ക് ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാ? 150 kilometer. 150 kilometer ഡിവൈഡഡ് ബൈ ടൈം. എത്ര അവർ എടുത്തത്? 3 hours ഡിവൈഡഡ് ബൈ 3 hours ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 3, 50. യൂണിറ്റ് എത്രയാ? 50 kilometer പെർ അവർ. അപ്പൊ സ്പീഡ് 50 kilometer പെർ അവർ. അപ്പൊ സ്പീഡ്, ആവറേജ് സ്പീഡ് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണ് നമ്മൾ രണ്ടും ചെയ്തത്. നമ്മൾ സ്പീഡ് കാണാനുള്ള ഫോർമുല പഠിച്ചു, ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്കൊരു വെഹിക്കിളിന്റെ സ്പീഡ് കാണാം. ഇനി ഈ ഫോർമുല ഉപയോഗിച്ച് രണ്ട് വെഹിക്കിൾസിന്റെ സ്പീഡ് കമ്പയർ ചെയ്യാം. ആ വെഹിക്കിളിൽ ഏത് വെഹിക്കിളാണ് ഫാസ്റ്റർ എന്ന് കണ്ടുപിടിക്കാം. നമുക്ക് അതുപോലത്തെ പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ്. സെലീന ആൻഡ് ബീന വെന്റ് ടു കോഴിക്കോട് ഫോർ ദ സ്റ്റേറ്റ് ആർട്സ് ഫെസ്റ്റിവൽ. Selena traveled in a jeep
covering 90 kilometers in 2 hours. Beena came in a car traveling 150 kilometers in 3 hours. Which vehicle is faster? രണ്ടുപേരും കോഴിക്കോട്ടേക്ക് ട്രാവൽ ചെയ്തു. ഒരാൾ ജീപ്പിലും ഒരാൾ കാറിലുമാണ്. അപ്പോൾ ഏത് വെഹിക്കിൾ ആണ് ഫാസ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ സെലീന ട്രാവൽ ചെയ്തത് ജീപ്പിലും ബീന ട്രാവൽ ചെയ്തത് കാറിലുമാണ്. അപ്പൊ നമ്മൾ ജീപ്പിന്റെയും കാറിന്റെയും ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് വെഹിക്കിളിന്റെ ആണോ ആവറേജ് സ്പീഡ് ഗ്രേറ്റർ ആ വെഹിക്കിൾ ആയിരിക്കും ഫാസ്റ്റർ. സെലീന ജീപ്പിലാണ് ട്രാവൽ ചെയ്തത്. 2 hours എടുത്തു. 90 കിലോമീറ്റേഴ്സ് ആണ് ട്രാവൽ ചെയ്തത്. അപ്പൊ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഫോർമുല എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്ര കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്തത്? 90 കിലോമീറ്റർ ബൈ എത്ര ടൈം? 2 hours. 90 by 2 equal to 45. സ്പീഡിന്റെ യൂണിറ്റ് എന്താ? കിലോമീറ്റർ പെർ അവർ. ഇതിന്റെ മീനിങ് എന്താ? ഒരു അവറിൽ 45 കിലോമീറ്റർ ആണ് ജീപ്പ് ട്രാവൽ ചെയ്തത്. നെക്സ്റ്റ് ബീന വന്നത് കാറിലാണ്. കാറിന്റെ ആവറേജ് സ്പീഡ് നോക്കാം. ഇത് ജീപ്പിന്റെ ആവറേജ് സ്പീഡ്. നെക്സ്റ്റ് കാറിന്റെ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്ര കിലോമീറ്റർ ആണ് ബീന ട്രാവൽ ചെയ്തത്? 150 കിലോമീറ്റർ ആണ്. അപ്പൊ 150 ഡിവൈഡഡ് ബൈ ടൈം എത്ര എടുത്തത്? 3 hours. 150 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുമ്പോൾ 150നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ജീപ്പിന്റെ ആവറേജ് സ്പീഡ് 45 കിലോമീറ്ററും കാറിന്റെ ആവറേജ് സ്പീഡ് 50 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ഏത് വെഹിക്കിളാ ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്തത്? കാറാണ്. കാറിന്റെ ആവറേജ് സ്പീഡാണ് ഗ്രേറ്റർ. അതുകൊണ്ട് കാർ ഈസ് ഫാസ്റ്റർ ദാൻ ജീപ്പ്. അപ്പോൾ സ്പീഡിന്റെ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് രണ്ട് വെഹിക്കിളിന്റെ സ്പീഡ് കമ്പയർ ചെയ്തിട്ട് ഏത് വെഹിക്കിളാണ് ഫാസ്റ്റർ എന്ന് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 91ലെ ക്വസ്റ്റ്യൻ ആണ്. Sudhir traveled in a train covering 240 kilometers in 3 hours to reach Thiruvananthapuram. Ramesh came in another train traveling 120 kilometers in 2 hours. Which train is faster? How much faster? സുധീറും രമേശും തിരുവനന്തപുരത്തേക്ക് പോയി. രണ്ടുപേരും ട്രെയിനിലാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. സുധീർ 240 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. അതിന് 3 hours എടുത്തു. രമേശ് 120 കിലോമീറ്റേഴ്സ് ആണ് ട്രാവൽ ചെയ്തത്. 2 hours എടുത്തു. വിച്ച് ട്രെയിൻ ഈസ് ഫാസ്റ്റർ? നേരിട്ട് ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ഏതാണ് ഫാസ്റ്റർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ എഴുതിയ തെറ്റും. 2 hours ആണ് 120 ആണെന്നൊക്കെ നോക്കിയിട്ട് എഴുതിയാല് അത് തെറ്റും. അപ്പൊ നമുക്ക് എന്ത് വേണം? രണ്ട് ട്രെയിനിന്റെയും ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുല അറിയാം. ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസും ടൈമും ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സുധീർ ട്രാവൽ ചെയ്ത ട്രെയിനിന്റെ ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് 240, എടുത്ത ടൈം 3 hours. 240 ഡിവൈഡഡ് ബൈ 3. 240 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 3 into 8 ആണ് 24. അപ്പോൾ 8 പിന്നെ 0 to 80 കിലോമീറ്റർ പെർ അവർ. സുധീർ ട്രാവൽ ചെയ്ത ട്രെയിനിന്റെ ആവറേജ് സ്പീഡ് 80 കിലോമീറ്റർ പെർ അവർ. ഈ രമേശ് ട്രാവൽ ചെയ്ത ട്രെയിനിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസ് ആണ് രമേശ് ട്രാവൽ ചെയ്തത്? 120. 120 ബൈ എത്ര ടൈം എടുത്തത്? 2 hours ബൈ 2. 2 into 6 12 0. അപ്പൊ കിലോമീറ്റർ പെർ അവർ. അപ്പൊ സുധീർ ട്രാവൽ ചെയ്ത ട്രെയിനിന്റെ സ്പീഡ് 80 കിലോമീറ്റർ പെർ അവർ. രമേശ് ട്രാവൽ ചെയ്ത ട്രെയിനിന്റെ സ്പീഡ് 60 കിലോമീറ്റർ പെർ അവർ. അപ്പൊ ഏത് ട്രെയിനാണ് ഫാസ്റ്റർ? ആവറേജ് സ്പീഡ് കൂടുതൽ സുധീർ ട്രാവൽ ചെയ്ത ട്രെയിനാണ്. അപ്പൊ ഏത് ട്രെയിനാണ് ഫാസ്റ്റർ? സുധീർ ട്രാവൽ ചെയ്ത ട്രെയിൻ ഫാസ്റ്റർ. ദ ട്രെയിൻ വിച്ച് സുധീർ ട്രാവൽഡ് ഈസ് ഫാസ്റ്റർ. എത്രയാണ് ഫാസ്റ്റർ? 80 - 60 ഈക്വൽ ടു 20 കിലോമീറ്റർ പെർ അവർ ആണ് കൂടുതൽ ട്രാവൽ ചെയ്തത്. രണ്ട് വെഹിക്കിളിന്റെ സ്പീഡ് തന്നാൽ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. സ്പീഡ് കണ്ടുപിടിക്കുക. ഏത് വെഹിക്കിളിന്റെ സ്പീഡാണോ കൂടുതൽ അതാണ് ഫാസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നു.
Next question. A train took 4 hours 30 minutes to cover 360 kilometers. What is its average speed? Average speed calculate ചെയ്യാനുള്ളൂ. ടൈമും തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടു. പക്ഷെ ഇവിടെ ടൈം അവർ മാത്രമല്ല മിനിറ്റും കൂടി തന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കാം. Average speed equal to distance 360 kilometer divided by time എത്രയാ? ടൈം 4 hours 30 minutes ആണ്. 30 minutes എന്ന് പറഞ്ഞാൽ എത്ര അവറാണ്? 60 മിനിറ്റ് ആണ് 1 hour. അപ്പൊ 30 മിനിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഹാഫ്. അപ്പൊ ഹാഫ് അവർ. അതായത് ഈ മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്തു. മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എപ്പോഴും ഡിവൈഡഡ് ബൈ 60 ചെയ്തതാണ്. ഇപ്പൊ 30 ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് എഴുതിയാൽ മതി? ഹാഫ് അവർ എന്ന് എഴുതിയാൽ മതി. ഇതിപ്പോ 45 ആണെങ്കിൽ 45 മിനിറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 45 by 60. ലോവസ്റ്റ് ഫോമിലേക്ക് നോക്കുമ്പോൾ 3/4. അപ്പൊ 3/4 അവർ. അപ്പൊ മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിനിറ്റിന് എത്ര മിനിറ്റ് ആണോ അതിനെ ഡിവൈഡഡ് ബൈ 60 കൊണ്ട് ചെയ്താൽ മതി. 45നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3/4 അവർ കിട്ടി. ഇവിടെ 30 മിനിറ്റിനുള്ളത് നമ്മൾ അവറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇവിടെ 4 അവർ ഉണ്ട്, അപ്പൊ 1/2 അവറും കിട്ടി. അപ്പൊ 360 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് എത്രയായി? 4 അവർ ആൻഡ് 1/2 അവർ. ദാറ്റ് മീൻസ് 4 and 1/2 അവർ. അപ്പൊ 4 and 1/2 അവർ. 360 by 4 and 1/2 എന്നുള്ളത് ഡിനോമിനേറ്ററിലും ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമുക്കത് ഡിവൈഡഡ് ബൈ എഴുതി ചെയ്യാം. 360 ഡിവൈഡഡ് ബൈ 4 and 1/2. ഇനി 4 and 1/2 എന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിന് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ 360 ഡിവൈഡഡ് ബൈ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4 into 2 8 plus 1 9/2. ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 360 into സെക്കൻഡ് ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2/9. ഇനി ഇത് കട്ട് ചെയ്യാം. 9 into 4 ആണ് 36. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ 9 into 4 36 പിന്നെ 0. നെക്സ്റ്റ് 40 into 2 80 km/h. അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 80 km/h. ടൈം അവറിലും മിനിറ്റിലും ആയിട്ട് തന്നാല് ആ മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഫ്രാക്ഷൻ ആക്കി ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 4 hours 30 മിനിറ്റിനെ നമുക്ക് എന്ത് എഴുതാം? 4.5 എന്ന് വേണമെങ്കിൽ എഴുതാം. ഈസി ഫ്രാക്ഷൻ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 80 km/h. ഈ സെക്ഷനിലെ പ്രോബ്ലം ചെയ്തു. ഇനി അടുത്ത ദിവസം ക്ലാസ്. താങ്ക് യു.